ശ്രീ സയ്യിദ് മുഹമ്മദ് സാദിഖ്, ഇപ്പോൾ ഈ വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കുന്നതിൽ SFIക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം കൂടുതലുണ്ട് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കാരശ്ശേരി മാഷ് നടത്തുന്നത്. നിങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം അതിന് വളം ഇടുന്ന രീതിയിലുള്ള പ്രതികരണമാണോ നടത്തുന്നത് എന്നുള്ള ചോദ്യം. ഇപ്പോൾ നവാസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ABVPയുടെ പിന്തുണ കാസർഗോഡ് കോളേജിൽ അത് നിങ്ങൾ നിരാകരിക്കാത്തത് എന്താണ് എന്നുള്ള ചോദ്യം. പിന്നീട് ഈ PFIയുമായി സഹകരിച്ചതിനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞു, അതിനങ്ങ് മറുപടി പറയണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ SFI മത്സരിക്കുമ്പോൾ SFIയുടെ തീരുമാനം എങ്ങനെ മത്സരിക്കണം എന്നുള്ളത്, അപ്പുറത്ത് UDSFI മത്സരിക്കണമോ, KSUവും MSFും വേറെ വേറെ മത്സരിക്കണമോ എന്നുള്ളത് അവരുടെ ആഭ്യന്തര കാര്യമാണല്ലോ. അപ്പോൾ അവരുടെ മത്സര രീതിയെക്കുറിച്ച് കൂടുതൽ വ്യാഖ്യാനിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമുണ്ടോ SFIക്ക്? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് പരാജയങ്ങളിലേറ്റ പ്രശ്നമായിരുന്നു എങ്കിൽ അത് പറയേണ്ടത് 2024 ഒക്ടോബറിനോടടുത്ത സമയത്തായിരിക്കണമായിരുന്നല്ലോ. ഇപ്പോൾ ഓഗസ്റ്റ് 14 അങ്ങനെ ഒരു വാദവുമായി നിങ്ങൾ വന്നത് എന്തിനാണ് എന്ന ചോദ്യം. അങ്ങ് മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി പറയൂ. ഇവിടെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് നവാസും കാരശ്ശേരി മാഷും സമയമെടുത്ത് വിശദീകരിച്ച കാര്യങ്ങളിൽ അനേകം കാര്യങ്ങൾ ഞാൻ മറുപടി പറയേണ്ടതായുണ്ട്. എനിക്ക് പുതുതായി പറയേണ്ട കാര്യങ്ങളുമുണ്ട്. സ്വാഭാവികമായും അതിനുതകുന്ന നിലയിൽ എനിക്ക് സമയം അനുവദിച്ച് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ആദ്യം ഞങ്ങൾ പറയുന്ന കാര്യം, തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെയോ വിജയിച്ചതിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ ഈ വാദം ഉന്നയിച്ചതെന്ന് പറയാൻ കാരണം, ഓഗസ്റ്റ് 14 SFI സംസ്ഥാന സെക്രട്ടറി ആദ്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അന്ന് കേരളത്തിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണ്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് SFI ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ മത്സരിച്ചിട്ടുണ്ട്, ചിലയിടങ്ങളിൽ ജയിച്ചിട്ടുണ്ട്. മഹാഭൂരിപക്ഷം ക്യാമ്പസുകളിൽ SFI വിജയിച്ചൊരു ദിവസമാണ്. അതുമാത്രവുമല്ല, പാർട്ടീഷൻ ഹൊറർ ഡേ എന്നുള്ള നിലയിൽ ഒരു വിഭജന ഭീതി ദിനം ആചരിക്കാൻ വേണ്ടി ആർലേക്കർ ആഹ്വാനം ചെയ്യുകയും അതിനെതിരായി വലിയൊരു സമരത്തിന്റെ മുഖത്ത് ഞങ്ങൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. എന്ന് പറഞ്ഞാൽ സംഘപരിവാർ വർഗീയതക്കെതിരായി ഞങ്ങളൊരു നിലപാട് സ്വീകരിച്ച് അതിൻ്റെ സമരമുഖത്ത് നിൽക്കുന്ന സന്ദർഭം. അതേ ദിവസം ഞങ്ങൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അപ്പോൾ കേരളത്തിലെ വ്യത്യസ്ത സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും MSF സമാനമായ നിലപാട് സ്വീകരിച്ചപ്പോൾ, വർഗീയമായ വോട്ട് ക്യാമ്പയിനുകൾ നടത്തിയപ്പോൾ ഞങ്ങൾക്കത് പറയേണ്ടി വന്നു. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന സെക്രട്ടറി ഇത് പറഞ്ഞതെന്നേ ഉള്ളൂ. ഓഗസ്റ്റ് 14 MSF എന്ത് ചെയ്തു അങ്ങൊന്ന് വ്യക്തമായി പറയൂ. ഓഗസ്റ്റ് 14 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ മുസ്ലിം വിദ്യാർത്ഥികളോട് MSFന്റെ ആളുകൾ പറയുകയാണ്, നിങ്ങൾ ദീനിന്റെ ഭാഗമായിട്ടുള്ള ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ലഭ്യമാക്കാം. കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിലെ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾ MSF ആയി മത്സരിക്കുന്നതിനേക്കാൾ KSU ആയി മത്സരിക്കുന്നതല്ലേ ഗുണം എന്ന് ചോദിക്കുന്ന സന്ദർഭം ഉണ്ടായി. അസിമുനീർ പറയുന്ന പോലെ പറയല്ലേ, അല്ല സയ്യിദ് മുഹമ്മദ് സാദിഖ്, ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ MSFന് നേതാവിന് തിരുത്തിക്കണമല്ലോ. അങ്ങനെ കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കണമല്ലോ. അതിന് നിങ്ങൾ സംസ്ഥാന വ്യാപകമായി ആ സംഘടനയുടെ പേരിൽ തന്നെ വർഗീയതയുണ്ട് എന്ന് പറയുകയും MSF ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, തുടക്കം മുതലേ അങ്ങനെയാണെന്നാണ് അങ്ങ് പറഞ്ഞത്. സഞ്ജീവ് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്. അങ്ങ് പറയുന്നത് തുടക്കം മുതലേ അങ്ങനെയാണെന്ന്. തുടക്കം മുതലേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചെയർമാനെ ഉണ്ടാക്കിയത് SFI ആണ്. CP ജോണിന്റെ കാലത്ത് CP ജോൺ SFIയുടെ അധ്യക്ഷനായിരിക്കുമ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയല്ലായിരുന്നു, അതിനുശേഷമായി എന്നാണോ? അങ്ങനെയെങ്കിൽ അതുകൂടി വിശദീകരിക്കണം അങ്ങ്. 1980 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രീമതി സ്മൃതി പരുത്തിക്കാട് ഇവിടെ നേരത്തെ മിനിറ്റുകൾ എടുത്ത് നവാസ് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. കാരശ്ശേരി മാഷ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ല. നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ നടത്തി വിചാരണ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ അവരുടെ ടേണിൽ അവർ പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ നവാസിനോടൊരു കാര്യം, ഇത് ഹരിതയുടെ യോഗമല്ല. ഹരിതയിലെ യോഗത്തിൽ പെൺകുട്ടികളോട് വായിൽ കയറി പറയുന്നത് പോലെ, ഇടങ്കോലിടുന്നത് പോലെ, അധിക്ഷേപം നടത്തുന്നത് പോലെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടക്ക് കയറി പറയാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഹരിതയുടെ യോഗത്തിൽ തോന്നിവാസം പറയുന്നത് പോലെ താങ്കൾക്ക് വ്യക്തമായ മറുപടി പറഞ്ഞാൽ ചർച്ചയിൽ വിജയിക്കാമല്ലോ സയ്യിദ് മുഹമ്മദ് സാദിഖ്. നമുക്ക് പോയിന്റിലേക്ക് വരൂ, വിഷയത്തിലേക്ക് വരൂ. അല്ല, ഞാൻ പറയാം.
ഈ ചർച്ചയ്ക്ക് ഒരു ആങ്കർ ഇരിക്കുമ്പോൾ എന്റെ ചർച്ചയിൽ കയറി നവാസ് പറയാൻ ഇത് ഹരിതയുടെ യോഗമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അധിക്ഷേപമല്ലല്ലോ മറുപടി, അങ്ങ് ഉത്തരം പറയുന്നേ. അതെങ്ങനെ അധിക്ഷേപമാകുന്നത്? ഹരിത വിഷയത്തിൽ മാപ്പ് പറയും പരിഹരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ ശ്രീ സയ്യിദ് മുഹമ്മദ് സാദിഖ്. അതിലൊരു തിരുത്തൽ എന്ന് പറയുന്നത് എം എസ് എഫിന്റെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ എത്ര പെൺകുട്ടികൾ മത്സരിച്ചു, എത്ര പെൺകുട്ടികൾ വിജയിച്ചു എന്ന് നോക്കണം. മിടുക്കികളായ പെൺകുട്ടികളെ കൊണ്ടുവരുന്നുണ്ടെന്നേ, അതൊരു നല്ല പാഠമാണ്, എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്നതാണ്. ഇനി അങ്ങ് പറയൂ. അല്ല, തെരഞ്ഞെടുപ്പിൽ ഭാവിയിൽ എത്ര പെൺകുട്ടികളെ കൊണ്ടുവന്നാലും സ്വന്തം യോഗത്തിൽ സഹപ്രവർത്തകരെ വേശ്യ എന്ന് വിളിച്ചതിനുള്ള മറുപടി ആവില്ല. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തിയതുകൊണ്ട് ഹരിതയുടെ യോഗമല്ല ഓർമ്മിപ്പിച്ചതാണ്. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ എന്താണെന്ന് അളക്കുന്നതിന് കാരണമാവുകയാണ് സയ്യിദ് മുഹമ്മദ് സാദിഖ്. ദയവായി വിഷയത്തിലേക്ക് വരും. നമ്മൾ ഹരിതയൊക്കെ നന്നായി ചർച്ച ചെയ്യുകയും MSF-നെ അതിശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ നവാസിനെ അതിശക്തമായി വിമർശിച്ച് ചർച്ച നടത്തിയിട്ടുള്ളതാണ്. നവാസ് അതിൽ ഖേദപ്രകടനം നടത്തുകയും അതിനുശേഷം ആ വനിതാ നേതാക്കൾ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി അതിലേക്ക് തന്നെ പോണോ? തിരുത്തലാണല്ലോ പ്രധാനം. തിരുത്തലിനെ കുറിച്ചാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തൂ, അല്ലെങ്കിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കൂ. അങ്ങ് ഉത്തരത്തിലേക്ക് വരും. തീർച്ചയായും സ്മൃതി, ഞാൻ തുടക്കം ഈ സംസാരം തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞു, ഇവിടെ താർക്കികമായും താത്വികമായും ഇവിടെ ഉന്നയിച്ച വാദങ്ങൾക്ക് എനിക്ക് വിശദീകരണം നൽകേണ്ടതുണ്ട്. അതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ഇദ്ദേഹം കയറി ഇടപെട്ടപ്പോ ഹരിതയുടെ യോഗമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അല്ല, ഞാൻ പറയാണെന്നേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഓരോന്നോരോന്നായി ഞാൻ പറയാം. ഒന്ന്, ഞങ്ങൾ ഈ മൗദൂദി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞപ്പോ മുസ്ലിം ഈക്വൽ ടു മൗദൂദി എന്നുള്ള ഒരു നരേഷൻ വരാൻ സാധ്യതയുണ്ട് എന്ന് കാരശ്ശേരി മാഷ് പറഞ്ഞു. ഞങ്ങൾ ഇത് പറയാൻ കാരണം എന്താ? കഴിഞ്ഞ ദിവസങ്ങളിൽ PK നവാസ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലതും കണ്ടാൽ മനസ്സിലാകും. അത് PK നവാസിന് പോസ്റ്റ് എഴുതി കൊടുക്കുന്നത് C ദാവൂദ് ആണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. നേരത്തെ ഹരിത നേതാക്കളുടെ പോസ്റ്റ് എഴുതി കൊടുക്കുന്നത് യാസർ എടപ്പാളാണോ എന്ന് ചോദിച്ചതുപോലെ C ദാവൂദ് ആണോ പോസ്റ്റ് എഴുതി കൊടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് നവാസ് ഒന്നും മിണ്ടാതിരിക്കി. നവാസ് മിണ്ടാതിരിക്കി. ഞാൻ സംസാരിക്കുമ്പോ ഇടക്ക് കയറി പറയല്ലേ കൊണ്ടുപോകല്ലോ. സയ്യിദ് മുഹമ്മദ് സാദിഖ് പറയൂ, ഏത് പോസ്റ്റാണ്? പറയൂ, അദ്ദേഹം പറയുന്നേ. അല്ല, ഏത് പോസ്റ്റ് എന്ന് പറയട്ടെ. ഇത് അസിമുനീർ നടത്തുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞു പോലല്ലോ. ശരി, നവാസ് പറയട്ടെ. നവാസ് അദ്ദേഹം പറയട്ടെ. ഏത് പോസ്റ്റാണ് സയ്യിദ്? പറ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ശരീരത്തിൽ സംഖ്യ വെറ്റുകിടക്കുന്നയാളാണ്, അഗ്രഹാരപുത്രനാണ്, വരേണ്യനാണ് എന്നുൾപ്പെടെയുള്ള പോസ്റ്റുകൾ നവാസ് എഴുതിയത് ആരുടെ ഭാഷയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെയും C ദാവൂദിന്റെയും ഭാഷയെടുത്ത് ഫ്രട്ടേണിറ്റിയുമായി സഖ്യമുണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അംഗീകാരം നൽകുന്ന നവാസിന്റെ പരിപാടി ഉണ്ടല്ലോ. 2017 തെരഞ്ഞെടുപ്പിൽ ഇല്ല, നവാസിന് സമയം തരാം. അദ്ദേഹം പൂർത്തിയാക്കട്ടെ. അദ്ദേഹം മുഴുവൻ ആൻസറും തരട്ടെ. 2017 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് ഉൾപ്പെടെ MSF തോറ്റതിന് ശേഷമാണ് ഈ നവാസ് MSFന്റെ പ്രസിഡന്റ്ഷിപ്പ് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം SFIയെ തോൽപ്പിക്കാൻ വേണ്ടിയും ക്യാമ്പസുകളിൽ വിശാലമായൊരു കൂട്ടായ്മ രൂപപ്പെടുത്താൻ വേണ്ടിയും ഫ്രട്ടേണിറ്റിയെ ഉൾപ്പെടെ കൂടെ കൂട്ടിയവരാണിവർ. മഞ്ചേരി NSS കോളേജിലും പൊന്നാനി MES കോളേജിലും മുൻ വർഷങ്ങളിൽ ഫ്രട്ടേണിറ്റിയുമായി സഖ്യമുണ്ടാക്കിയവരാണിവർ. സെനറ്റ് സീറ്റ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSFന് ഫ്രട്ടേണിറ്റിയുടെ വോട്ട് വാങ്ങിയിട്ട് ഫ്രട്ടേണിറ്റിയുടെ നേതാക്കൾ തന്നെയാണ് നവാസിനെതിരായി പിറ്റേന്ന് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിന് മറുപടി ഉണ്ടോ? ഗോകുൽ ഗുരുവായൂരിനെ കുറിച്ച് പറഞ്ഞല്ലോ. സഞ്ജീവിന്റെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ ശശികല പോസ്റ്റ് ഷെയർ ചെയ്ത സമയത്ത് നിങ്ങളെല്ലാം പറഞ്ഞു ശശികല SFIയുടെ വാദം ഏറ്റെടുത്തു. എന്നാൽ MSFന്റെ കുട്ടികളോട്, കുഞ്ഞാപ്പാന്റെ കുട്ടികൾ തൽക്കാലം പോയി നെയ്ച്ചോറും കോഴിയിറച്ചിയും കഴിച്ച് കടന്നുറങ്ങാൻ നോക്ക് എന്ന വംശീയമായ പരാമർശം KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂർ നടത്തിയപ്പോൾ എന്താ ശശികല വന്ന് വിളിച്ചത്? മിടുക്ക എന്നാണ്. ഗോകുൽ ഗുരുവായൂരിനെ മിടുക്ക എന്ന് വിളിച്ച് ശശികല അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ KSUവിന് ശശികലയുടെ നാവാണ് എന്ന് MSF പറഞ്ഞോ? MSFന്റെ സംസ്ഥാന നേതാക്കൾ അതിന് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ? അതിനെ തിരുത്താൻ KSU നേതാക്കൾ തയ്യാറായോ? എന്റെ പോസ്റ്റ് ശശികല ഷെയർ ചെയ്യേണ്ടതില്ല എന്ന് ഗോകുൽ ഗുരുവായൂർ പറഞ്ഞോ? അപ്പോ
കുഞ്ഞാപ്പാന്റെ കുട്ടികൾ നെയ്ച്ചോറും തിന്ന് കോയിറച്ചിയും കഴിച്ച് കിടന്നുറങ്ങുകയെന്ന് ഗോകുൽ ഗുരുവായൂർ പറയുമ്പോൾ അതിനെ ശശികല ടീച്ചർ ഷെയർ ചെയ്യുന്നു, ഇവർ മിണ്ടുന്നില്ല. എന്നാൽ SFI സംസ്ഥാന സെക്രട്ടറിയുടെ പോസ്റ്റ് ശശികല ഷെയർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ SFI സംസ്ഥാന സെക്രട്ടറിയുടെ വാളിൽ ഒരു പോസ്റ്റ് വന്നു. അതിൽ കൃത്യമായി പറഞ്ഞല്ലോ, കേരളത്തിലെ തെരുവുകളിൽ രാജവമ്പാലയെ പോലെ ഇങ്ങനെ വിഷം തുപ്പുന്ന വിഷകലയുടെ ശ്രദ്ധക്കായി ഞങ്ങൾ പറയുന്നു. ഈ സുവർണാവസര പോസ്റ്റ് ആരെ സഹായിക്കാനാണെന്ന് ഞങ്ങൾക്കറിയാം. വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു ഹിന്ദുത്വ വർഗീയതയാണെന്ന് ശശികലയ്ക്ക് മറുപടി ഞങ്ങൾ പറഞ്ഞു. ശരി, സയ്യിദ് മുഹമ്മദ് സാദിഖ്, സമയക്കുറവുകൊണ്ടാണ് ABPയുടെ പിന്തുണ വേണ്ട എന്ന് എന്തുകൊണ്ടാണ് കാസർഗോഡ് കോളേജിൽ ABP പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ എന്താണ് പറയാത്തത്? നവാസ് ഈ ചർച്ചയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ ഫ്ലോറിൽ വെച്ച് കൃത്യമായി പറയുന്നു, എവിടെ വെച്ചും ഞങ്ങൾ പറയും, കേരളത്തിൽ കാസർഗോഡ് കോളേജിൽ എന്നല്ല എവിടെയും ABVPയുടെ ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട. ABVP പരസ്യമായി SFIക്ക് വോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുമില്ല. എന്ന് മാത്രവുമല്ല, ഈ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ABVP മത്സരിക്കുന്നില്ലെങ്കിൽ ഒരു കോളേജിൽ സംഘപരിവാരത്തിന് മത്സരിക്കാൻ ആളെ കിട്ടാതിരിക്കും, അതിൽ സന്തോഷിക്കുകയല്ലേ? പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹം സയ്യിദ് മുഹമ്മദ് സാദിഖ്, ABVP മത്സരിക്കുന്നില്ല, നിങ്ങൾക്ക് പിന്തുണ എന്ന് പറഞ്ഞത്രേ. ഞങ്ങൾക്കൊരു പിന്തുണയും എവിടെയും പറഞ്ഞില്ല, പരസ്യമായി പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെ പറഞ്ഞു? ABVP അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ചില കണക്കുകൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ MSFും ABVPയും ഇതേ കോളേജിൽ പരസ്പരം വോട്ട് കച്ചവടം ചെയ്തതിന്റെ കണക്ക് 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ ABVPക്ക് സ്ഥാനാർത്ഥിയില്ല. ആ സീറ്റിൽ MSF ചെയർമാൻ സ്ഥാനാർത്ഥി ജയിച്ചത് 200 വോട്ടിനാണ്. 2023 സഖ്യം എന്നുള്ളത് അല്പം ദഹിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയെങ്കിൽ ഒരു നല്ല സങ്കല്പമല്ലേ എന്ന് കൂടിയുണ്ട്. അതൊരു നല്ല സങ്കല്പമല്ലേ സയ്യിദ് മുഹമ്മദ് സാദിഖ്? അങ്ങനെയാണെങ്കിൽ നല്ല സങ്കല്പമല്ലേ? അവരുടെ അടിസ്ഥാനപരമായ നിലപാടിൽ നിന്ന് ABP മാറുന്നു എന്നുള്ള വിശാലാർത്ഥത്തിൽ കാണൂ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.